എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, കുടിക്കട സർട്ടിഫിക്കറ്റ് എന്നും പറയാറുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ്. പുതിയതായി നമ്മളൊരു വസ്തു വാങ്ങുമ്പോഴോ നമ്മുടെ വസ്തു പണയപ്പെടുത്തി നമുക്കൊരു ലോൺ വേണ്ടപ്പോഴോ ബാങ്കുകാർ നമ്മളോട് ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ് ഈ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ്. ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കുവാനായി പലപ്പോഴും നമ്മൾ ഓൺലൈൻ കമ്പ്യൂട്ടർ സെൻറ്ററുകളെയും ജനസേവന കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളെയോ ആശ്രയിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഒന്നും പോകാതെ നിങ്ങളുടെ കൈവശമുള്ള ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ വളരെ ഈസിയായി നിങ്ങൾക്ക് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റിനായി അപ്ലൈ ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ശ്രീ ആൻഡ് ശ്രീ മീഡിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ബാധ്യതാ സർട്ടിഫിക്കറ്റ് നമ്മൾ എത്ര വർഷത്തേക്ക് എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ഫീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഈ ട്രഷറി സേവനം ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു ഫീസും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. നിലവിൽ 60 വർഷം വരെയുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിലൂടെ മുൻകാലങ്ങളിൽ ഈ ഒരു വസ്തു നമ്മൾ എവിടെയൊക്കെ പണയപ്പെടുത്തിയിട്ടുണ്ടെന്നും അതോടൊപ്പം ആർക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും ഈ ഒരു സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് അറിയിക്കുന്നതാണ്. നമ്മൾ എടുക്കുന്ന വസ്തുവിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ബാധ്യതകളും ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് വിൽപ്പന സംബന്ധിച്ച ആവശ്യങ്ങൾക്കും അതോടൊപ്പം ലോൺ സംബന്ധമായ കാര്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് അനിവാര്യമാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. നിലവിൽ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈവശം വസ്തുവിൻ്റെ ആധാരത്തിൻ്റെ പകർപ്പോ ആധാരമോ ഉണ്ടായിരിക്കണം. അതോടൊപ്പം നമ്മുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഉണ്ടായിരിക്കണം. അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനായി നമ്മുടെ കൈവശം നമ്മുടെ ആധാരം ഉണ്ടായിരിക്കണം. എന്നാൽ ഡോക്യുമെൻറ്റുകളൊന്നും തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. നമ്മുടെ ഓൾഡ് സർവേ നമ്പർ, തണ്ടപ്പേർ നമ്പർ, വില്ലേജ്, താലൂക്ക്, സബ് രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വസ്തുവിൻ്റെ 4 സൈഡിലും സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ ഉടമസ്ഥർ ആരൊക്കെയാണെന്നുള്ളത് ഇത് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. അതോടൊപ്പം ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നോ രജിസ്ട്രേഷൻ കേരള എന്നോ ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ലഭിക്കുന്ന ലിങ്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജിലെത്തും. ഇത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ പേജാണ്. അപ്ഡേഷൻ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൺലൈൻ അപേക്ഷകൾ എന്നുള്ളത് കാണാൻ സാധിക്കും. ഇതാണ് ഓൺലൈൻ അപേക്ഷകൾ. അതിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കേണ്ടത്. അതോടൊപ്പം ഒട്ടനവധി സർവീസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷും മലയാളത്തിലും നമുക്ക് ഈ ഒരു പേജ് ലഭ്യമാണ്. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ആക്കാൻ സാധിക്കും. മലയാളം വായിക്കാൻ അറിയാത്തവർക്ക് ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷിൽ തന്നെ വായിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓൺലൈൻ അപേക്ഷകൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എൻകംബ്രൻസ് എടുക്കുന്ന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ഈ ഒരു പേജിലെത്തും. ഇവിടെ നമുക്ക് മേളിലായി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മേളിലായി എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതും തൊട്ട് താഴെ സർട്ടിഫൈഡ് കോപ്പി, ഗഹാൻ പോലുള്ള സർട്ടിഫിക്കറ്റുകൾ എടുക്കേണ്ടത് സർട്ടിഫൈഡ് കോപ്പിയാണ്. ഇവിടെ നമുക്ക് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഈസി എന്നുള്ളതും അതിൻ്റെ ഏറ്റവും താഴെയായി കാണുന്ന സ്റ്റാറ്റസ് ഫോർ ഈസി എന്നുള്ളതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അത് നമ്മുടെ പ്രമാണത്തിൽ ഉണ്ടാകും. അതിനുശേഷം ആരുടെ പേരിലാണോ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ആളിൻ്റെ പേരും അവരുടെ അഡ്രസ്സ്, വീട്ടു നമ്പർ, അവരുടെ ഫോൺ നമ്പർ എന്നിവ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ പ്രമാണത്തിൻ്റെ ഡോക്യുമെന്റ് നമ്പറാണ്. ഡോക്യുമെന്റ് നമ്പർ പ്രമാണത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഏറ്റവും മേളിലായും ആദ്യ പേജിൻ്റെ പുറകുവശത്തായിട്ടും നമ്മുടെ ഡോക്യുമെന്റ് നമ്പർ ടൈപ്പ് ചെയ്തിരിക്കും. അത് ആ ഡോക്യുമെന്റ് നമ്പറും ഇയർ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ആ ഇയറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സേവ് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് എടുത്ത ശേഷം താലൂക്ക്,
നമ്മുടെ വില്ലേജ്, ബ്ലോക്ക് നമ്പർ, റീസർവേ നമ്പർ, സർവേ സബ് നമ്പർ, അതോടൊപ്പം നമ്മുടെ പ്രമാണത്തിന്റെ പുറകുവശത്ത് ഓൾഡ് സർവേ നമ്പർ ഉണ്ടാവും. ആ ഓൾഡ് സർവേ നമ്പറിന്റെ സബ് നമ്പർ എന്നിവ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസർവേ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ് നമ്പർ തൊട്ടപ്പുറത്തായി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വസ്തുവിന്റെ 4 വശത്തുമായി സ്ഥിതി ചെയ്യുന്ന ആരുടെയൊക്കെ വസ്തു എന്നുള്ളത് ഇവിടെ കൊടുക്കണം. അതും നമ്മുടെ പ്രമാണത്തിന്റെ പട്ടിക എന്ന് പറയുന്ന പേജിലുണ്ടാകും. അതിനുശേഷം അതും സേവ് ആൻഡ് അപ്ഡേറ്റ് ചെയ്യുക. തുടർന്ന് നമ്മൾ എത്ര വർഷത്തേക്കാണോ ഈ ഒരു എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നത്, ആ ഒരു ഇയർ ഏത് വർഷം മുതൽ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര വർഷത്തേക്കാണോ വേണ്ടത്, ഏതുവരെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതും കൊടുക്കുക. തുടർന്ന് ഇവിടെ തൊട്ട് താഴെയായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രയോറിറ്റി ആവശ്യമുണ്ടോ എന്ന്. പെട്ടെന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രയോറിറ്റി എസ് ആക്കി കൊടുക്കുക. അതിന് ഡബിൾ ഫീസാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എന്ന് ചോദിക്കുന്നു, അതിവിടെ സെലക്ട് ചെയ്യുക ലാംഗ്വേജ്. തുടർന്ന് അതിനുശേഷം ഇവിടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൂടി സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ ഫീസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. 610 രൂപയാണ് എനിക്ക് ഫീസ് വന്നിരിക്കുന്നത് 40 വർഷത്തേക്ക്. ഇത് നമ്മൾ പ്രയോറിറ്റി എസ് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ ഫീസാണ് വരുന്നത്. അതിനുശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് ഓഫീസിലത്തേക്കാണ് അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്, അത് എന്താവശ്യത്തിനെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ പ്രമാണത്തിൽ ആരുടെ പേരിലാണോ പ്രമാണം ഇരിക്കുന്നത് അവരുടെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, മരണപ്പെട്ട ആരുടെയെങ്കിലും ആണെങ്കിൽ അവരുടെ അവകാശികളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എത്ര അവകാശികൾ ഉണ്ടോ അത്രയും പേരുടെ പേരാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ഈ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്ത ശേഷം പ്രൊസീഡ് ടു പേ എന്നുള്ളത് ടിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ മേക്ക് പേയ്മെന്റ് എന്നുള്ളത് കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ വരുന്നതാണ്. ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഈ ഒരു ക്യാപ്ച കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് കൊടുക്കുമ്പോൾ നേരെ പേയ്മെന്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ മേക്ക് പേയ്മെന്റ് എന്നുള്ളത് കാണാൻ സാധിക്കും. ആ ഒരു മേക്ക് പേയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് നമുക്ക് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് 2-3 രീതികളിൽ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് അതുപോലെ ഡെബിറ്റ് കാർഡ് ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ ഇവിടെ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഉടനെ ഞാൻ ഡെബിറ്റ് കാർഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പേയ്മെന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ പേയ്മെന്റ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ പേയ്മെന്റ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ഒരു പേജ് ലഭിക്കും. ഇത് നമുക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസും ചെക്ക് ചെയ്യാം, നമ്മുടെ സർട്ടിഫിക്കറ്റും ഡൗൺലോഡ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.